നമസ്കാരം. പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം വീണ്ടും ഒരു അതിശക്തമായ വെളിപ്പെടുത്തലിന്റെ നടുക്കത്തിൽ വിറങ്ങലിക്കുകയാണ്. തുറന്ന യുദ്ധഭീഷണികളും രഹസ്യ നയതന്ത്ര നീക്കങ്ങളും തമ്മിൽ തുലാസിൽ നിൽക്കുന്ന ഈ സംഘർഷത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കുകയാണ്. അകത്തുനിന്നുള്ള കലാപത്തെ പുറത്തുനിന്നുള്ള ശക്തികൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഭീകര യാഥാർത്ഥ്യം. ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധങ്ങൾക്ക് അമേരിക്ക ആയുധ സഹായം നൽകാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തോടെ ഈ യുദ്ധം ഇനി സൈനിക ഏറ്റുമുട്ടലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്. രാജ്യങ്ങളുടെ അതിർത്തിക്കപ്പുറം നീളുന്ന ഈ അദൃശ്യ യുദ്ധം പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ പുനർനിർവചിക്കാൻ സാധ്യതയുള്ളതാണ്. ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വിഷയമാണ്. സാമ്പത്തിക പ്രതിസന്ധി, ഭരണകൂടത്തിനെതിരായ അസന്തോഷം, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി പലവട്ടം ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടെന്ന ആശങ്ക ഇറാൻ പലതവണ ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞതെന്നത് സംഭവ വികാസങ്ങൾക്ക് പുതിയ മാനം നൽകുകയാണ്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് പ്രകാരം ഇറാനിലെ പ്രതിഷേധക്കാർക്ക് സഹായമായി അയച്ച ആയുധങ്ങൾ കുർദിഷ് ഗ്രൂപ്പുകൾ കൈക്കലാക്കിയെന്നാണ്. ഈ ആരോപണം ശരിയാണെങ്കിൽ അതൊരു വലിയ തന്ത്രപരമായ പാളിച്ചയോ അല്ലെങ്കിൽ നിയന്ത്രണാതീതമായ ഒരു രഹസ്യ ഓപ്പറേഷനോ ആയിരിക്കാം. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ തെറ്റായ കൈകളിൽ എത്തുമ്പോൾ അത് പ്രദേശത്തെ സുരക്ഷയെ കൂടുതൽ സങ്കീർണമാക്കും. കുർദ് പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ജനവിഭാഗമാണ്. അവർക്ക് സ്വതന്ത്ര രാഷ്ട്രം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നിരവധി സായുധ സംഘടനകളുണ്ട്. ഇറാൻ, തുർക്കി, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ കുർദിഷ് ഗ്രൂപ്പുകൾ സജീവമാണ്. ഈ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് പ്രദേശത്ത് പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കും. US-ഉം ഇറാനും തമ്മിലുള്ള ബന്ധം ഏറെക്കാലമായി സംഘർഷഭരിതമാണ്. ആണവ പരിപാടി, സാമ്പത്തിക ഉപരോധങ്ങൾ, പ്രാദേശിക സ്വാധീനം എന്നിവയെല്ലാം ഈ ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കും. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആഭ്യന്തര കലാപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോ അതിന് സഹായം നൽകുന്നതോ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പോലും വെല്ലുവിളിയായിരിക്കും. ഇപ്പോഴത്തെ യുദ്ധ പരിസ്ഥിതിയിൽ ഈ വെളിപ്പെടുത്തലിന് വലിയ പ്രസക്തിയുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം, അമേരിക്കയുടെ സൈനിക ഭീഷണികൾ, ഇറാന്റെ പ്രതികാര മുന്നറിയിപ്പുകൾ എന്നിവയെല്ലാം ഇതിനകം തന്നെ സ്ഥിതിഗതികൾ രൂക്ഷമാക്കിയിട്ടുണ്ട്. അതിനിടെ ആഭ്യന്തര കലാപങ്ങൾക്ക് ആയുധ സഹായം നൽകിയെന്ന ആരോപണം യുദ്ധത്തിന്റെ പരിധി കൂടുതൽ വിപുലീകരിക്കുന്ന ഒന്നാണ്. ഈ സംഭവ വികാസം ഹൈബ്രിഡ് വാർഫെയർ എന്ന ആശയത്തെ വീണ്ടും ചർച്ചയിലേക്ക് എത്തിക്കുകയാണ്. പരമ്പരാഗത സൈനിക യുദ്ധത്തിനൊപ്പം സൈബർ ആക്രമണങ്ങൾ, പ്രോക്സി ഗ്രൂപ്പുകൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ എന്നിവയെല്ലാം ചേർന്നുള്ള യുദ്ധരീതിയാണിത്. ഇറാനെതിരെ ഇത്തരത്തിലുള്ള ഒരു തന്ത്രം പ്രയോഗിക്കപ്പെട്ടിരിക്കാം എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ആഗോളതലത്തിൽ ഈ വെളിപ്പെടുത്തൽ അമേരിക്കയുടെ വിദേശ നയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിവെക്കും. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കലാപങ്ങളിൽ ഇടപെടൽ, അതും ആയുധ സഹായം വഴി, അന്താരാഷ്ട്ര സമൂഹത്തിൽ വിമർശനങ്ങൾക്കിടയാക്കും. പ്രത്യേകിച്ച് മനുഷ്യാവകാശങ്ങളും ജനാധിപത്യവും പ്രചരിപ്പിക്കുന്നതായി അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഇതൊരു നൈതിക വെല്ലുവിളിയാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ്. പശ്ചിമേഷ്യയിലെ സ്ഥിരത ഇന്ത്യയുടെ സാമ്പത്തികത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും അതീവ പ്രാധാന്യമുള്ളതാണ്. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ജാഗ്രത അനിവാര്യമാണ്. ചോദ്യമാണ്. ഈ സംഭവ വികാസം മറ്റൊരു വലിയ ചോദ്യവും ഉയർത്തുന്നു. യുദ്ധം എവിടെയാണ് ആരംഭിക്കുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്? ഒരു രാജ്യത്തിനകത്തെ പ്രതിഷേധങ്ങൾ പോലും ഇപ്പോൾ ആഗോള ശക്തികളുടെ കളിസ്ഥലമാകുമ്പോൾ സമാധാനത്തിനുള്ള സാധ്യതകൾ കൂടുതൽ ദൂരെയാവുകയാണ്. ലോകം ഇപ്പോൾ നേരിടുന്നത് ഒരു സാധാരണ യുദ്ധമല്ല. അതൊരു പല തട്ടുകളായി വ്യാപിച്ചിരിക്കുന്ന, നിയന്ത്രിക്കാൻ പ്രയാസമുള്ള ഒരു പ്രതിസന്ധിയാണ്. സമാധാനത്തിലേക്കുള്ള വഴികൾ കൂടുതൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നയതന്ത്രവും സഹകരണവും മാത്രമേ യഥാർത്ഥ പരിഹാരമാകൂ.